രാജേട്ടാ നമസ്കാരം. എവിടെ വരെയായി നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ? മുന്നോട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഇന്ന് പര്യടനം അവസാനിക്കും. 4 ദിവസം നീണ്ടുനിന്ന പര്യടനം അവസാനിക്കും. അപ്പൊ നമ്മുടെ തൃശ്ശൂരുകാരുടെ ഭാഗത്തുള്ള സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? ഞാൻ വർഷങ്ങളായിട്ട് അത് തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂർ ജനിച്ചു വളർന്നവരാണ്. ഈ പ്രദേശത്തെ എല്ലാ കണ്ടവരാണ്. മാത്രമല്ല 2000 മുതൽ 2025 വരെ ഞാൻ കോർപ്പറേഷനിലെ കൗൺസിലറായിരുന്നു. 24 നൂറ്റാണ്ടിന് ബന്ധം ജനപ്രതിനിധിയുണ്ട്. മേയറായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒക്കെ സാഹചര്യങ്ങൾ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷകൾ തരുന്നുണ്ട്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയർന്ന ഒരു മേയറായിരുന്നു. അതെനിക്ക് ആത്മവിശ്വാസമുണ്ട്. അതെന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കുറിച്ചാണ്. ഒരുപാട് വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ളതാണ്. ഇനി വിജയിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മുടെ തൃശ്ശൂരിന് വേണ്ടി എന്തൊക്കെ വികസന പ്രവർത്തനം കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ പറയുന്നത്, തൃശ്ശൂർ പട്ടണത്തിന് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് ഉണ്ടാക്കണം. ആ പാക്കേജിൽ ഒരു പ്രവർത്തന കലണ്ടർ ഉണ്ടാവും. ആ പ്രവർത്തന കലണ്ടറിൽ 6 മാസം നടപ്പാക്കുന്നവ, 1 വർഷം കൊണ്ട് നടപ്പാക്കുന്നവ, 2 വർഷം കൊണ്ട് നടപ്പാക്കുന്നവ, 5 വർഷം കൊണ്ട് നടപ്പാക്കുന്ന ജനപ്രിയ പദ്ധതികളായിട്ട് ഇത് തിരിക്കും. അത് വിദഗ്ധരെ ആലോചിക്കും, വികസന അസോസിയേഷൻ ആലോചിക്കും, മറ്റ് സംഘടനകളും ആലോചിക്കും. അതിന് വേണ്ടിയിട്ട് ഒരു പാക്കേജ് ഉണ്ടാക്കി ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കും. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. എല്ലാവിധ ആശംസകളും. മികച്ച വിജയ പ്രതീക്ഷയിലാണ് തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥിയായ രാജൻ ജെ പലൻ മത്സരരംഗത്ത് സജീവമായിക്കൊണ്ടിരിക്കുന്നത്.